ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? കുറച്ച് വെള്ളം കൊടുക്കണേ. നീ ഇത് എന്തൊക്കെ കാണിച്ചേ വന്നിരിക്കുന്നേ? കണ്ണു തുറന്നേ. അതുങ്ങതാ കണ്ണു തുറക്ക മോനെ, കണ്ണു തുറക്ക്. ആ ഇങ്ങോട്ട് നോക്കിക്കേ. ഇത്ര നേരായിട്ട് നന്ദിനി നിനക്ക് വേണ്ടി കാത്തിരുന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു. നിനക്ക് മറ്റൊരു കാര്യം അറിയോ? നന്ദിനിക്ക് നിന്നോട് പ്രേമമാണെന്ന്. അതേടാ മോനെ, നന്ദിനി കുഞ്ഞായിരുന്നപ്പോ മുതലേ നിന്നെ തന്നെ മനസ്സിലിട്ടോണ്ട് നടക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നായിരുന്നു മുത്തശ്ശന്റെ ആഗ്രഹം. പക്ഷെ നിന്റെ അച്ഛൻ ഒരു ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് സ്വത്ത് ഭാഗം വെച്ചപ്പോ അതൊക്കെ നന്ദിനിയുടെ പേരിൽ എഴുതി വെച്ചു. ആ പിന്നെ നീ നന്ദിനിയെ കല്യാണം കഴിച്ചു കഴിയുമ്പോ സ്വത്തെല്ലാം നിന്റെ കയ്യിലാവില്ലേ? അത് മാത്രമല്ല മുത്തശ്ശി അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതും മുത്തശ്ശന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോനെ. പക്ഷെ നിന്റെ വല്യച്ഛൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ, ആ ശിവദാസൻ, അയാളെ നന്ദിനിയെ അയാളുടെ മകൻ വിശാലിന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് തന്നിഷ്ടത്തിനങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ഈ കാര്യം അറിഞ്ഞിട്ട് മുത്തശ്ശന് ഇഷ്ടപ്പെടാത്തോണ്ടാ ദേഷ്യപ്പെട്ട് അവിടെ നിന്നിറങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് താമസിച്ചേ. ഇതൊന്നും സഹിക്കാൻ പറ്റാതായപ്പോഴാ മുത്തശ്ശൻ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയത് മോനെ. ഇതേപ്പറ്റി പറയാൻ നന്ദിനി നിന്റെ അടുത്ത് വന്ന സമയത്താ അവള് പറയുന്ന കേൾക്കാൻ നിൽക്കാതെ നീ അങ്ങ് ഓടിപ്പോയത്. ഒന്ന് സമാധാനപ്പെടുമോനെ. നമ്മുടെ കുടുംബം മൊത്തം എന്നെ വിശ്വസിച്ചാ ജീവിക്കുന്ന മോനെ. എന്റെ ചക്കരക്കുട്ട, നാളെ കാലത്തെ ഒറ്റയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിലാ പോയെ. ഇന്നല്ല, നാളെ രാവിലെ പറഞ്ഞിരിക്കുന്നത്. രാം, സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഇല്ല, താൻ കറക്റ്റ് സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നേ. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്ന് നിന്നേ ഉള്ളൂ. താൻ ഇന്നലെ പറഞ്ഞ കാര്യമൊക്കെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. നേരത്തെ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയ? എനിക്കോട്ട് സഹിക്കാൻ പറ്റാതായി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയതാ. സാരമില്ല, അതൊക്കെ പോട്ടെ. എന്തങ്ങനെ പറഞ്ഞിട്ട് പോയതാ? അല്ല, ഒരു പെണ്ണ് ഒരു പയ്യന് വേണ്ടി കണ്ണീർ മാത്രമേ ഒഴുക്കാറുള്ളൂ. എന്നാൽ ആ പയ്യൻ നഷ്ടപ്പെട്ടവൾക്ക് വേണ്ടി ആ വേദന മറക്കാൻ കള്ളു കുടിച്ച് നശിക്കും. അവന് അത്രമാത്രം വിഷമമുള്ളോണ്ടല്ലേ അങ്ങനെ ചെയ്യുന്ന. നിന്റെ ഈ കഥയൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞേ. ഇനി മുതൽ എന്നെ ഒരു അന്യായിട്ട് കാണേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ ഉണ്ടാവും ഞാൻ. ജീവിതത്തിൽ എന്നും ഇനി നിന്നെ ഞാൻ വാന്ന് മാത്രമേ വിളിക്കൂ, പോന്നൊരിക്കലും പറയില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല നന്ദിനി. എനിക്ക് നല്ല പേടി തോന്നുന്നു. എന്തിന്? എല്ലാവരും ചേർന്ന് നമ്മളെ പിരിക്കുമെന്നോർത്ത്. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം അങ്ങനൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. സ്വാമി വന്നിട്ടുണ്ട്. ആരാ മോളെ? ಯಾರೋ ಸ್ವಾಮೀಜಿ ಬಂದಿದ್ದಾರಂತೆ, ಬನ್ನಿ ಅಜ್ಜಿ ಹೋಗೋಣ. ഓം നമ ശിവായ. ഗായത്രി ദേവി. ഗായത്രി ദേവി. നമസ്കാരം സ്വാമി. നമസ്കാരം. എന്നെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ കാശിക്ക് പോയി. ഇപ്പോ രാമേശ്വര യാത്രയിലാ. യാത്രാമധ്യേ ഞാൻ അറിഞ്ഞതാണ് ദേവദാസിനെ പറ്റിയുള്ള വാർത്തകൾ. അതുകൊണ്ട് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇവിടേക്ക് വന്നു. എന്നെ ഓർമ്മ കിട്ടുന്നുണ്ടോ അമ്മേ? വയസ്സായില്ലേ, ഓർമ്മ കിട്ടുന്നില്ല. അതൊന്നും സാരമില്ല. ഇതാ സ്വാമിജി. അയ്യോ, ഇതൊന്നും വേണ്ട. പേലയുള്ള വീട്ടിൽ നിന്ന് ജലപാനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ബോധിപ്പിക്കാൻ വേണ്ടി മാത്ര. ദേവദാസിന്റെ ജാതകം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവന്റെ ജനന സമയവും ശരിയല്ല, മരണദിനവും ശരിയല്ല. അതുകൊണ്ട് തന്നെ 16-ാം ദിന കർമ്മങ്ങൾ കഴിയുന്നതിന് മുൻപ് ഈ കുടുംബത്തില് എന്തെങ്കിലും ഒരു മംഗളകാര്യം നടക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അമംഗളമായി എന്തോ സംഭവിക്കാൻ സാധ്യത കാണുന്നു. ഇത് ഗംഗാജലമാണ്. ഇതെല്ലാവരും വിശ്വാസത്തോടെ ശിരസിൽ തളിച്ചാൽ എല്ലാവർക്കും നല്ലതേ സംഭവിക്കൂ. വാങ്ങിച്ചോളൂ അമ്മേ.
സ്വാമി, പറയൂ. അങ്ങ് എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ, എല്ലാവരെയും ഒന്ന് ആശീർവദിച്ചിട്ട് പോകണം. അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഓം നമ ശിവായ. ശിവായ നമ. സർവോ ജനോ സുഖനോ ഭവന്തു. എന്ന് ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി സ്വാമി. സാമുജി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് എനിക്കെന്തോ ഒരു വേവലാതി. ഇനിയൊന്നും ആലോചിക്കാതെ നന്ദിനിക്കും വിശാലിനും. അമ്മേ, ഞാനും അതിനെപ്പറ്റി പറയാൻ വരികയായിരുന്നു. നമ്മുടെ നന്ദിനിയും വിശാലും തമ്മിലുള്ള കല്യാണം നടത്തി കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയിക്കോളൂ. അല്ല മോനെ, എന്തൊക്കെയായാലും നന്ദിനിയോടൊരു വാക്ക് ചോദിക്കണ്ടേ? എന്റെ അമ്മ, അവളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവളെ ഇത്ര ആക്കിയത് നമ്മളല്ലേ, അതൊന്നും അവളോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ. നന്ദിനി, അല്ലേട്ടാ അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കുക പോലും നീ ചെയ്യാതെ. മിണ്ടാതിരിക്കെ. ഈ കുടുംബത്തിൽ എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അച്ഛൻ ഇതൊന്നും ആലോചിച്ചൊട്ടും വിഷമിക്കണ്ട. ഈ കഥ തുടങ്ങിയത് ഞാനാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. എന്തായാലും നല്ലൊരു ക്ലൈമാക്സിലേക്ക് എത്തിക്കണേ മോനെ. ഇനി അതൊക്കെ ചർച്ചയൊന്നും വേണ്ട. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അവര് പറഞ്ഞ പോലെ നടക്കാണെങ്കിൽ ജോത്സ്യം പറഞ്ഞു തന്നെ സംഭവിക്കും. നന്ദിനി, ജോത്സ്യം പറഞ്ഞ അനർത്ഥം ഇതെല്ലാം എന്റെ മരണത്തിൽ അവസാനിക്കും. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകില്ല. അവിടെയുള്ള എല്ലാവരും ഞങ്ങളൊക്കെ വല്ലാണ്ട് ചെറുതാക്കിയേ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കാര്യമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാരും തമ്മിൽ വലിയ വഴക്കുണ്ടാക്കേണ്ടി വരും. അതാ നന്ദിനി, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ശിവമാമനൊക്കെ മുത്തശ്ശിയോട് പോലും എതിർത്ത് സംസാരിക്കും. എന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ചിരിക്കണം, അവൻ നമ്മെ പോലെ തിളങ്ങണം. എടാ ചെറുക്ക, നിനക്കിപ്പോ കിട്ടിയത് വെറും സാമ്പിള് മാത്രമാ. നീ എന്തായാലും ആളൊരു കേമന, കണ്ട ഒരുമാതിരി അമൂൽ ബേബി. പക്ഷെ നിന്റെ ഉഡായ്പകൾ വേറെ ലെവലാ. എടാ, ഇനി അധികം കളിച്ചാൽ നിനക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. അതെ, ഇവൻ ഉറപ്പിച്ചു വെച്ച പെൺകുട്ടിയുടെ മുറിയില് നിനക്ക് എന്താടാ ശരിക്കും പരിപാടി? അവളെ നൈസായി കറക്കിയെടുത്ത് നിന്റെ ഭാര്യയാക്കാന്ന് വിചാരിച്ചു നീ? കട്ട് ചെയ്ത് കളയും നായെ. ഇനി അവളുടെ നിഴൽവെട്ടത്ത് പോലും നിന്നെ കണ്ട. നിന്റെ പിള്ളേർക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊടുത്തേനെ. പക്ഷെ അയച്ചതാരാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിലല്ലേ ഒന്ന് വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സ്ഥലമില്ലെങ്കിലും ആ സോപ്പ് പെട്ടിക്കകത്ത് കയറി ഇങ്ങോട്ട് വന്നേ. അമൂൽ ബേബി എന്നല്ലേ നീ പറഞ്ഞേ? ഇനി ആക്ഷൻ ബേബിയാ.
വേണ്ടങ്ങളെ. സോറി കേട്ടോ മാമ. പിന്നെ ഒരു കാര്യം, നന്ദിനി റൂമിലേക്ക് ഞാനായിട്ട് പോയതൊന്നും അല്ല, അവൾ എന്നെ അങ്ങോട്ട് വിളിച്ചതാ. സത്യമാണ് അമ്മാവ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ആക്ച്വലി നന്ദിനിക്ക് ഈ സോഡാ കുപ്പി കണ്ണാടി ഇഷ്ടമല്ല, അതുകൊണ്ടാ. ദേ ഈ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇവന്റെ അച്ഛൻ ഏതു നേരം സ്ട്രിക്റ്റ് ആയിട്ടല്ലേ പെരുമാറുന്നു. ഇവന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര സ്വീറ്റാ. ഇവന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് പോകാൻ ഇഷ്ടമല്ല, ഇവന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ടാ അവൾ എന്നെ റൂമിലേക്ക് വിളിച്ച അമ്മാവ. ഇത് ഇതുപോലെ വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആയിക്കോട്ടെ മുതലാളി. പിന്നെ അമ്മാവ, ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒരു കാര്യം പറയട്ടെ ബാബാ.